71 സീറ്റിൽ കിട്ടിയാൽ ഭരിക്കാൻ പറ്റുമോ? ആ 71 സീറ്റ് ഉണ്ടാക്കാനുള്ള മാർഗം നോക്കാതെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇപ്പോഴേ ചടുവലിക്കാണ്. എന്താണ് രമേശ് നിങ്ങൾ കാണിക്കുന്നത്? ആരാണ് എൻ്റെ പുറകിൽ? രമേശിനെയും VD സതീശനെയും കൂട്ടിമുട്ടിച്ച് രക്തം കുടിക്കാൻ ശ്രമിക്കുന്ന മൂന്നാമൻ ആരാണ്? എന്തായാലും വെള്ളാപ്പള്ളിയുടെ മകൻ VD ജയേഷ് ഉണ്ടാക്കി. വെള്ളാപ്പള്ളി ഉൾപ്പെടെ SNDPയുടെയൊക്കെ സപ്പോർട്ട് വിശ്വന്ത് പരിഷത്തൊക്കെ വന്ന് താക്കീത് കൊടുത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്തുമായിട്ട് അങ്ങനെ സംഘം ഉണ്ടാക്കി. അന്നും SNDP എന്ന് പറഞ്ഞാൽ 7 വിഭാഗത്തിൽ 75 മുതൽ 80% വരെ വോട്ട് ആർക്കാണുള്ളത്? LDFനാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാണ്. അതൊക്കെ നിലവിൽ പറഞ്ഞാണ്. എങ്കിലും ഉണ്ടാക്കി VD ജയേഷ് ഉണ്ടാക്കി ചെറിയ ഒരു മൊമെൻറ്റ് BJPക്ക് കിട്ടി. ഒരു കാര്യമല്ല, VD ജയേഷ് ഉണ്ടാക്കി 7 വിഭാഗത്തിൽ നിന്ന് ഒരു ചെറിയൊരു വിഭാഗം BJP അല്ലെങ്കിൽ മുന്നണി സപ്പോർട്ട് ചെയ്ത ശേഷമാണ് BJP കേരളത്തിലെ അതുവരെ 8-9% ഉണ്ടാവുള്ളൂ. അതുകൊണ്ടുകൂടിയാണ്, അതായത് VD ജയേഷ് എന്ന് പറഞ്ഞാൽ ഈ SNDPയുടെ കൂടി പിന്തുണ കിട്ടിക്കൊണ്ടാണ് അവസാനം 20-19% വോട്ട് BJP കിട്ടുന്നത്. അതിന് പ്രധാനമായിട്ട് അതിനെ സഹായം ചെയ്ത് കൊടുത്ത 2 കള്ളന്മാരുണ്ട്. അവർ കള്ളന്മാരെന്ന് പറയും സാമൂഹ്യ ദ്രോഹികളാണ്. ഒന്ന് അച്യുതാനന്ദൻ, ഒന്ന് VD സുധീരൻ. 2 പുണ്യോളന്മാർ ജനങ്ങളുടെ മുമ്പിൽ 2 പുണ്യോളന്മാർ, അഴിമതിക്കാരൊന്നുമില്ല. അതായത് ഈ VD ജയേഷ് ഉണ്ടാക്കി അങ്ങോട്ട് പോയപ്പോഴും ആ സുധീരൻ്റെ വ്യക്തിയായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പറയുന്ന മണ്ടത്തിലാണ്. പണ്ട് BJPയായിട്ട് സഖ്യം ഉണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ പിന്നെ ശിവസേനയായിട്ട് മഹാരാഷ്ട്രയിൽ സഖ്യം ഉണ്ടായപ്പോഴും ഇയാൾ ആദർശപരമായിട്ട് എതിർത്തും. തെറ്റ് ചെയ്തിട്ടുണ്ടാവും, തെറ്റ് തിരുത്തി വന്നാൽ നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ. അങ്ങനെ മലബാർ പിന്നെ ദക്ഷിണേന്ത്യക്കാരെ പ്രത്യേകിച്ച് തമിഴന്മാരെ മലബാറികളെയൊക്കെ കേരളീയരെയൊക്കെ പരസ്യമായിട്ട് തല്ലിക്കൊല്ലുന്ന ഘട്ടം ബോംബെയിൽ ശിവസേന. അങ്ങനെ ചെയ്തവർ അവസരം അത് മാറ്റി, പ്രത്യേകം മുസ്ലിങ്ങളെ ആ മുസ്ലിങ്ങൾ സംരക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ കോൺഗ്രസ്സിൽ പിന്നെ എടുത്തത് തെറ്റായിപ്പോയോ? നല്ലതല്ലേ? ഇന്നലെ കുറച്ച് ദിവസം മുൻപ് വരെ മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത് ശിവസേന എഴുത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന. അത് ചെറിയ സംഭവമാണോ? അത് മനസ്സിലാക്കാതെ സുധീരൻ പറഞ്ഞേ പറ്റില്ല എന്ന് പറഞ്ഞു. സുധീരൻ്റെ കള്ള ആദർശം, ആന്തോണിയെ പോലെ കള്ള ആദർശം കൊള്ള, പക്ഷെ കള്ള ആദർശം പറ്റില്ല. അങ്ങനെ എടുത്തില്ല. ഈ പിന്നെ അച്യുതാനന്ദനും എടുത്തില്ല, സമ്മതിച്ചില്ല. ഇപ്പം വേറൊരാൾ സമ്മതിക്കുന്നില്ല. ആരാണ്? പ്രതിപക്ഷ നേതാവ് വെള്ളപ്പള്ളി പാർട്ടി എടുക്കില്ല. പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്ക് എവിടെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത്? എല്ലാവരും കൂടിയാൽ തന്നെ ഫണ്ട് കിട്ടാൻ പ്രയാസമാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തർ മാറ്റി നിർത്തി ഗ്രൂപ്പ് ഉണ്ടാക്കി പോയി നിങ്ങൾ ആകുന്നോ? താമസിച്ചിരിക്കണം. പ്രതിപക്ഷ നേതാവ് നമ്മളല്ലേ VD സതീഷിനായിട്ടേ വന്നത്. സതീഷ് ഇഷ്ടമല്ലെന്നാണ് എന്നത്. അത് നോക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളിവിടെ SRPയുടെ ഉണ്ടായിരുന്നു, NSSൻ്റെ പിന്നെ പാർട്ടി ഉണ്ടായിരുന്നു. അവരൊക്കെ UDFിൽ ഭരണകക്ഷിയിൽ വന്ന് മന്ത്രിയായിട്ടുണ്ടെന്നേ. SRPക്ക് 2 മന്ത്രി വരെ ഉണ്ടായിരുന്നു. മറ്റേ പിന്നീട് NSSൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു NDP. അതിന് നമ്മുടെ കർത്താവ് മന്ത്രിയായത്, കർത്താവ് നമ്മുടെ സുഹൃത്തായത്. അപ്പോൾ ആ മനുഷ്യട്ടോ മരിച്ചുപോയി, മന്ത്രിയായിരുന്നു, തൃപ്പൂണിന്ന് ജയിച്ചു, ഷർട്ട് കീറിയൊക്കെ. അപ്പം ഇത്തവണ ഇപ്പോഴെങ്കിലും LDFിൽ UDFിലേക്ക് എന്തെന്നറിയോ? സതീഷ നിങ്ങൾ മനസ്സിലാക്കണം, UDFിലേക്ക് വരാൻ താല്പര്യമുണ്ട് അവർക്ക്. അവരവിടെ വന്ന് രക്ഷയില്ല. അവരെടുക്കണം, 3-4 സീറ്റ് കൊടുക്കണം. കൊടുത്തിട്ട് ഒരു മന്ത്രി ആയിക്കോട്ടെ, എന്താ കുഴപ്പം? വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ ഈഴോ ഭാഗത്യം പിന്നോക്ക് ഭാഗത്യമുള്ള പിന്നെ VD നേതാവ് ഇന്ന് കേരളത്തിൽ മന്ത്രിസഭയിൽ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? അത്രയും ശക്തിയായില്ലേ? അത് പിന്നെ ഈ പറഞ്ഞ ഇതുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മതിക്കുന്നില്ല. അതാണ് പുറത്ത് കേൾക്കുന്നത്. അങ്ങനെ സമ്മതിക്കില്ലേ നിങ്ങൾ മറ്റ് സുധീരനും അച്യുതാനായിട്ട് അവമതിക്കും. അത് തല്ല ജോസ് മാണിയെ. എന്തുകൊണ്ട് നിങ്ങൾ ജോസ് മാണിയെ അങ്ങോട്ട് വിട്ടു? കുഞ്ഞാക്കായോടും ഒക്കെ ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടിയോടും. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കോട്ടയത്ത് പിന്നീട് മാണിസാറിൻ്റെ മകൻ ജോസ് മാണി പോയാൽ 3-4 സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് കിട്ടും. പക്ഷെ മത്സരിച്ചപ്പോൾ ജയിച്ചെടുക്കണ്ടേ? ജയിച്ചതുകൊണ്ടായിരിക്കലും. അപ്പം നിങ്ങളത് മാറ്റി വെച്ചാൽ ജോസ് കെ മാണിക്ക് എത്രയും പെട്ടെന്ന് UDFിൽ ചേർക്കണം. തന്നെയല്ല, അകന്ന് നിൽക്കുന്ന എല്ലാവരെയും UDFിലേക്ക് ചേർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എന്താ ചെയ്തത്?
നിങ്ങൾക്ക് പാഠമാക്കാനുള്ള മാതൃകയല്ലേ ഇത്? സ്റ്റാലിൻ വേണി കഴിഞ്ഞ പ്രാവശ്യം ഒറ്റക്ക് മത്സരം ജയിച്ച് ഭരിക്കായിരുന്നു. എന്നിട്ടും ആരെയും കളയാതെ ഈ മുസ്ലിം ലീഗിന്റെ പേര് വാങ്ങി സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുത്ത്. സഖാക്കൾക്ക് 2 സീറ്റ് കൊടുത്ത്. ആകെ 4 സീറ്റിൽ ഒന്ന് കേരളം, ഒന്ന് 2 തമിഴ്നാട്, ഒന്ന് ഹരിയാനയിൽ, രാജസ്ഥാനിൽ 4 സീറ്റ് കൊടുത്തി. എല്ലാവർക്കും അവർ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ജയിപ്പിച്ചടിച്ച് ഭാഗഭാക്കായിട്ട് അതെല്ലാം അവർ നമ്മുടെ കൂടെ നിർത്തണം. ഇതൊന്നുമില്ലാതെ നിങ്ങൾ കോട്ടയത്തെ കോൺഗ്രസ്സുകാരെ പോലെ അച്ഛൻ മരിച്ചിട്ട് വേണം കട്ടിൽ കിടക്കാതെ കൊച്ചു പറഞ്ഞ പോലെ അങ്ങനെ ചിന്തിക്കല്ലേ. അതിവിശാലമായി നമുക്ക് ചിന്തിക്കേ. നിങ്ങൾ ധരിക്കുന്ന പോലെ അത്ര ഈസിയൊന്നും അല്ല UDF കേരളം. നിങ്ങൾ ധരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടല്ല LDF ജയിക്കാനും. എങ്കിലും സാധ്യതയുണ്ട് UDF. കാരണം കേരളം ഇഷ്ടപ്പെടും കേരളത്തിലെ ജനങ്ങൾ. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഗ്രൂപ്പിസം പറഞ്ഞ് കാലുവാരി കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണായി പോവും. ലാസ്റ്റ് ബസ്സാണ് 26. അത് നിങ്ങൾക്ക് അനുകൂലമായി ഘടകം പലതും വരുന്നുണ്ട് UDF. കാരണം CPM തന്നെ വർഗീയ കാർഡ് കളിക്കാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, അതിനെക്കുറിച്ച് എത്ര ആൾക്കാരാണ് ചോദിക്കാറിയോ സാറേ പറഞ്ഞ് മുഴുവൻ ശരിയാണല്ലോ എന്നാണ്. അതായത് വർഗീയത പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയാണ് വർഷങ്ങളായിട്ട് കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. 11 വർഷം ആയിരുന്നു. അപ്പോൾ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ട് ഈ കള്ള സഖാക്കൾ വന്ന് പറയുന്നത് കള്ളന്മാർ, അവരെയും പറയും കള്ളന്മാരുന്നത്. അവർക്കൊന്നും രാഷ്ട്രത്തിന് വിഷമം അറിയില്ല, രാജ്യത്തിന് വിഷമം അറിയില്ല. എങ്ങനെ പണം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ ഇത്. സാധനങ്ങൾ വില വർധനവ്, ഇന്ധന വില, അഴിമതി കൂത്തരങ്ങും, ജോലിക്ക് നിയമിക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ജനങ്ങൾ കണ്ട് മരയിക്കുന്നത്. ഒരു 10,000 ആൾ കൂടുതൽ ഒരാളുടെ മുഖത്ത് പോലും ഒരു പ്രസന്നതയുണ്ടോ? ഈ രാഷ്ട്രീയ നെറികെട്ട രാഷ്ട്രീയക്കാരുടെ നേതാക്കളുടെ അല്ലാതെ ഒരു സാധാരണ മനുഷ്യന്റെ മുഖത്ത് പ്രസന്നതയുണ്ടോ? അവന് ആ ഉത്കണ്ഠയാണ്, വ്യാകുലതയാണ്. പണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ വ്യാകുല മാതാവുണ്ട്, അതുപോലെ വ്യാകുലതയാണ്. എന്താ കാരണം? അവര് പ്രതീക്ഷ കിട്ടുന്നില്ല, ചത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എന്നിട്ട് വർഗീയത, ന്യൂനപക്ഷ വർഗീയതം പറഞ്ഞ് നടക്കണവർ. അതിനൊപ്പം നിന്ന് ഈ കോൺഗ്രസിലെ ചില നേതാക്കളും. നിങ്ങൾ എന്താണ് കളി? കോൺഗ്രസ് നേതാക്കൾ ഞാൻ പറയില്ല, അവർക്കിപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാണ് നല്ലത്, കേന്ദ്രം ഭരിക്കണമെന്ന് BJP താഴെ വെക്കുന്നത് ഒരു ആഗ്രഹവും ഇല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ബേസിക് ആയി ഞാൻ ഒരു അധ്യാപക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലായ ഭാഷ ചെറിയ ലളിതമായിട്ട് പോയത്. ശ്രീബുദ്ധൻ്റെ അടുത്ത് മകൻ മരിച്ച ഒരു തള്ള സങ്കടമായിട്ട് ചെന്ന് എല്ലാം കേട്ട് ശ്രീബുദ്ധൻ പറഞ്ഞു, മാമിയെന്നല്ല മാതാ, ഒരു കാര്യം, ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് കുറച്ച് കടുക് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവർ ആ പ്രദേശം ഓടി നടന്ന് ആരും മരിക്കാത്ത വീടില്ല. അപ്പോൾ ശ്രീബുദ്ധൻ ഭഗവാൻ എന്താ പറഞ്ഞറിയോ? അപ്പം മരണം ഒരു യാഥാർത്ഥ്യമാണ് മാതാ എന്നാണ് മാതാപിതാക്കളുടെ മാതാ, അവിടെ ക്ഷമിക്കുക എന്ന് പറഞ്ഞു വിട്ടുപോലെ ഈ ഉള്ളുകൊണ്ട് രഹസ്യമായിട്ട് പരസ്യമായിട്ടോ സംഘപരിവാറിൻ്റെ BJP ഇഷ്ടപ്പെടാത്ത ഒരു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കേരളത്തിലില്ല. എല്ലാ നേതാക്കളും ഉള്ളതുകൊണ്ട് BJP ആയിക്കോട്ടെ സംഘപരിവാർ ആയിക്കോട്ടെ എന്നാണ്. പരസ്യമായി ചിലതുകൊണ്ട് ചില രഹസ്യമായിട്ട് വന്നിട്ടുണ്ട്. ആരും മരിക്കാതെ വീട്ടിലെ ഒരു കടുക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ നേതാക്കൾ എല്ലാം തന്നെ ആരെ കുറിച്ച്, സുധാകരനെ കുറിച്ച് പറഞ്ഞു സംഘപരിവാറിൻ്റെ ആള്, സതീഷിനെ കുറിച്ച് പറയുന്നു, പിന്നെ മറ്റേ കുറിച്ച് മറിച്ച് കുറിച്ച്, പിന്നെ ആരും പറയാത്തത് തിരുവഞ്ചൂരിനെ കുറിച്ച് പറയുന്നു. വേറെ ആരും എല്ലാവരും പറയുന്നത് സംഘപരിവാർ. അതിനർത്ഥം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞോ അല്ലെങ്കിൽ ഉള്ളാലെയോ സംഘപരിവാർ നേതാക്കളായിട്ട് ഈ നേതാക്കളെല്ലാം ലിങ്ക് കിട്ടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 26 എന്ന് പറഞ്ഞ് അതിനിർണായകമാണ് കേരളത്തിൽ UDF സംഭവിച്ചത്, കോൺഗ്രസ് സംഭവിച്ചത്. അറ്റ്ലീസ്റ്റ് കേരളമെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാൻ നോക്ക്. ഇപ്പം രമേശ് കളിക്കുന്ന കളി എന്നറിയോ? കള്ളം തന്നെ മുതലേ. നിങ്ങൾ ഇതിനെ സതീശനെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾ ആ 2 ആള് വെള്ളിക്കോൽ തോന്നുമ്പോൾ വെള്ളിക്കോൽ വെള്ളി അംശമില്ലാത്ത ആ 2 സമുദായ നേതാക്കളുടെ സപ്പോർട്ട് നിങ്ങൾ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ അപകടത്തിലേക്ക് പോയില്ലേ? കാരണം സുധാകരൻ്റെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? 75% കോൺഗ്രസ് LDF വോട്ട് ചെയ്യുന്നവരും ബാക്കി 10-12% BJP വോട്ട് ചെയ്യുന്നവരാ. ബാക്കി 10% പോലും ഇല്ല. ബാക്കി അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞാൽ ജയിച്ച് തോറ്റിട്ടേ ഉള്ളൂ. അതുപോലെ
പിന്നെ NSS നേതാവ് ഒരാൾ തോറ്റിട്ടുള്ളൂ. കാരണം ട്രിവാൻഡ്രത്ത് കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം 1,00,000 പുള്ളി ഞങ്ങൾ NSSന്റെ ആളാന്ന് പറഞ്ഞ് ഈ വോട്ട് ചെയ്യാൻ പറഞ്ഞ് പ്രതിനിധി നടത്തി തോറ്റു വിട്ടുമില്ലേ. അവർ ശുപാർശക്ക് പോയപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യം കൂടി ആരാണ് LDF വേണമെന്ന് വെള്ളാപ്പള്ളിക്ക്. സുധാകരൻ സാറ് പിന്നെ എന്താണ് NSSന്റെ ആളിന് BJPയുടെ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എങ്കിലും വന്നാലും കുഴപ്പമില്ല ഇന്ത്യക്ക്. അപ്പോൾ ഈ കടി ഉണ്ടാക്കി രണ്ടുപേര് പണ്ടേ ഗർഭിണി പിന്നെ ദുർബല പോലെ അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കാണ് UDF കേരളത്തിൽ. ആകെ കൂടി ഈ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് മാത്രം മെയിനായിട്ടുള്ളൂ. അത് അവർ നിങ്ങൾ തൊടിയിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ വോട്ട് കിട്ടുന്നത്? പിന്നെ വോട്ട് കിടക്കുന്നവിടെ. ഞാൻ ഒരു കൂടി കണക്ക് പറയാം, നിങ്ങൾക്ക് അറിയുന്നത് 12% ആകെ ദളിതുള്ളൂ. 10+2 10% ദളിതും മറ്റ് 2% ട്രൈബും. 12% ഏതാണ്ട് ഒരു 70% LDF അനുഭവം. 18% പോയാലും 6% ദളിത് തന്നെയുണ്ട്. ബാക്കിയുള്ള 12 അല്ലെങ്കിൽ 10% ക്രിസ്ത്യൻസ് ഉള്ളൂ വോട്ട്. ആ 10% ഇപ്പോൾ ഏതാണ്ട് NSS പോകുമ്പോൾ തുല്യമായിട്ട് LDFും BJPയും കോൺഗ്രസും തുല്യമായിട്ട് പോകും. NSS 10% അവർ തുല്യമായിട്ട് പോകും. തുല്യമായിട്ട് അവർ 50% BJPക്കും ബാക്കി 50% തുല്യം. പിന്നെ എങ്ങനെ രമേശ് നിങ്ങൾ അവരെയൊക്കെ സപ്പോർട്ട് വാങ്ങിച്ച് വോട്ട് കിട്ടി എവിടുന്ന് കിട്ടുന്നത്? അപ്പോൾ രമേഷ് ജി ഈ കള്ള നാണയങ്ങളുടെ സപ്പോർട്ട് കേട്ടോ നിങ്ങൾ നോട്ടപ്പുള്ളിയായി. നിങ്ങൾ അടയാളം ചില ചാനൽ വരും, പിന്നെ റിപ്പോർട്ടർ ചാനൽ സുജാ പാർവതിയൊക്കെ പറയും, രമേശ് വന്നു മറ്റു കിട്ടി മറിച്ച് കിട്ടി വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്തു മറ്റു ചെയ്തെന്ന് പറഞ്ഞു. അതൊന്നും അവർക്ക് ചിലപ്പോൾ വ്യക്തി താല്പര്യം ഉണ്ടാണ്. അതേ സമയത്ത് അതിൻ്റെ മറുരൂപമാണ് വെള്ളാപ്പള്ളിയുടെ BDJ തൊടിയിക്കില്ല UDF എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു രൂപമാണ്. ഇതൊന്നും അല്ല വേണ്ടത്. പരമാവധി ആളെ ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് നേരത്തെ സ്ഥാനാർത്ഥി നിർത്തി വോട്ടിംഗ് ഷീറ്റിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ 72-75 സീറ്റ് നേടാൻ നോക്കുക. 72 സീറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത്. അല്ലെങ്കിൽ കഷ്ടം എന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്, വലിയ അപകടത്തിലേക്ക്. ഇപ്പോഴും വോട്ടേജ് ലിസ്റ്റിൽ പേര് ചേർക്കാനോ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനോ കോൺഗ്രസ് താല്പര്യമില്ല. കോൺഗ്രസ് അറിയില്ല എന്നാത്തല്. അവരിൽ ഉമ്മൻചാണ്ടി KK ആണെയും കരുണാകരൻ്റെ കൂടെ ഗ്രൂപ്പ് വിളിച്ച് പങ്കിട്ട് അധ്വാനിക്കാൻ നേടിയിട്ടുള്ളൂ. തേച്ച് കതർ ഒരു പേര് താഴെ പോയാൽ കുഞ്ഞെടുക്കൂല, കഥ ചുളുകൊണ്ട്. അങ്ങനത്തെ കോൺഗ്രസ് ലീഡേഴ്സ് പാവപ്പെട്ട അണികളില്ല. അണികൾ ഇഷ്ടംപോലെ നല്ല പേർത്ത് പടിപെടുന്നുണ്ട് നേതാക്കൾ. കോൺഗ്രസ് പാരമ്പര്യം അതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ സമയം നിർണായകമാണ്. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ്. ഞാൻ സമയ സന്ദർഭം ആർക്കും കാത്തിരിക്കില്ല, ആരും കാത്തിരിക്കാന്ന് പറഞ്ഞ പോലെ അതൊക്കെ ലോക തത്വമാണ്. ഈ സമയം നിങ്ങൾ കളയരുത്. വെറുതെ നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇരിക്കില്ലെങ്കിൽ അവനുമില്ല എന്നുള്ള ചിന്തിച്ച് കളയല്ലേ. അതാണ് ഇപ്പം കാണുന്നത്. ഈ രണ്ടുപേരും ഇങ്ങനെ കളിച്ച് മറ്റേ വേണുഗോപാൽ ഇങ്ങനെ കളിച്ച് ഒക്കെ 75 സീറ്റ് വാങ്ങിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയൊക്കെ സോപ്പിട്ടോ, വെള്ളാപ്പള്ളി ആര് സോപ്പിട്ടോ, നിങ്ങൾ മുഖ്യമന്ത്രിക്കാൻ നിങ്ങൾ ആരും മുഖ്യമന്ത്രി നമുക്ക് വരാതില്ല, ഞങ്ങൾക്ക് വരാതില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം അതുകൂടി പറയാൻ നിർത്താം. അതായത് 2 ജ്യേഷ്ഠന്മാരുണ്ടായത്. ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാക്കില്ലെന്ന് ഞാൻ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. 2 ജ്യേഷ്ഠന്മാരുണ്ടായി. അപ്പോൾ അനിയൻ എന്താ പറഞ്ഞോ, ഒന്നുകിൽ ചേട്ടൻ വേലി കിട്ടാൻ പോകും, ഞാൻ ഊണ് കഴിക്കാൻ പോവാം. അല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കുമ്പോൾ ചേട്ടൻ വേലി കിട്ടാൻ പോകും. അപ്പോൾ ചേട്ടൻ എങ്ങനെ വന്നാലും വേലി കിട്ടാൻ പോകണം, ഞാൻ ഊണ് കഴിക്കണം. അതാണ്. അതുപോലെയാണ് പിന്നെ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. ഇത് 10% ജനസംഖ്യയിൽ 10% അത് ജനസംഖ്യകളിൽ 90% പുറത്തു കിടക്കുന്ന ഒരു വിഭാഗപരമായിട്ട് ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. പുറത്തു പോകരുത്. ഇങ്ങനെയുള്ള കളി കളിക്കുമ്പോൾ കളി എന്ന് പറഞ്ഞാൽ കളി കളിക്കുമ്പോൾ ഇതൊന്നും പബ്ലിക്കിന് മനസ്സിലാകുന്നതാണോ? പിന്നെ രമേശ് ചെന്നിത്തലയും സതീഷും മനസ്സിലാക്കുന്നത്? വേറെ ആരുമില്ലേ സതീഷ് അവിടെ? രമേശ് വേറെ ആരുമില്ലേ? 90% വേറെ അതിൽ ആരുമില്ല ഇവിടെ. മുസ്ലിങ്ങളില്ലേ, ക്രിസ്ത്യൻസ് ഇല്ലേ, ഈഴവാസില്ലേ, ദളിതില്ലേ? ഇവരെല്ലാം കൂടി നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിച്ച് മുഖ്യമന്ത്രി ആയിക്കൊള്ളും. ഒന്നുകിൽ VD സതീഷ് ആയിക്കോട്ടെ, സതീഷ് നായരാകണം, അല്ലെങ്കിൽ രമേശ് നായരാകണം. ഇതാണ് കളി. ഈ കളിയൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെന്നേ. ഇത് തന്നോളം വളരെ താഴ്ന്ന് വിളിക്കാൻ പോലെ ഇവിടെ എല്ലാവർക്കും ബുദ്ധിയുണ്ടെന്നും കഴിവുണ്ടെന്നും അവകാശമുണ്ടെന്നും മനസ്സിലാക്കുക. നായ തന്നെ വേണമെന്നുണ്ട് മുഖ്യമന്ത്രിക്ക്.
ആകുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തന്നെ ആകണം, രണ്ടുപേരുള്ള ആരെങ്കിലും ഒരാളാകണം എന്ന് തീരുമാനിക്കുമ്പോൾ അതൊക്കെ UDFന്റെ ബലക്ഷയമാണ്. വോട്ട് ചോർന്നു പോകാണ്. അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ വക്രബുദ്ധി മാറ്റിവെച്ച് വിശാല മനസ്സായിട്ട്, ഭരണമല്ല നമ്മുടെ ലക്ഷ്യം സമാധാനത്തോടെ ജീവിക്കേണ്ട പാവപ്പെട്ടതിനെ ബലവത്തിനൊക്കെ ഒന്ന് തടസ്സം കുറക്കാവുന്ന ഒരു ഭരണം വേണം എന്ന് ചിന്തിക്കുക. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആരാണെന്ന് വിചാരിക്കാം. ദയവ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.